ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നിപ്പോൾ നമ്മളെ ഗസ്റ്റുകളൊക്കെ വന്ന രണ്ടുപേര് വന്നിട്ടില്ല. അവർക്ക് എന്നാ ഫുഡ് എന്നാ നിങ്ങളെന്നാ എന്നാ റെഡിയാക്കുന്നത്? ചക്കപ്പുഴുക്കും ചിക്കൻ കറി. അത് കൊള്ളാം. ചക്കപ്പുഴുക്കും ചിക്കൻ കറി എങ്ങനെയാ ആൻറ്റി? അത് മതിയോ? പിന്നെ അല്ലേ ചിക്കൻ എന്ന് കേട്ടപ്പോൾ ഇവിടെ ഒരു പാർട്ടി നിപ്പുണ്ട്. അതെ 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 അതെ. അപ്പൊ ഇപ്പൊ റെഡി ആവുമോ? ആണോ? ആകുമായിരിക്കും. ഓരോ പ്രാവശ്യം ഓരോ സൈസ് ചിക്കൻ കറി കേട്ടോ. ആണോ? ഇപ്രാവശ്യം എന്നാ വെറൈറ്റി? ഇപ്രാവശ്യത്തെ ഞാൻ കുറച്ച് നല്ലപോലെ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചു. എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അമ്മയുടെ റെസിപ്പിയാണോ? ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോന്നോരോ ആണോ? എന്നാണ് വരുന്ന ഗസ്റ്റുകളെ നല്ല രീതിയിൽ സെറ്റാക്കി വിടുക. എങ്ങനെയാ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ? അത് വേണം. എന്നും ഒരേ രീതിയിൽ കറി വെച്ച് കഴിയുമ്പോഴേ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടിരിക്കുക അല്ലേ? എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് അത് തന്നെ വേവിക്കാൻ വെച്ചു. കുഞ്ഞ് എന്നാടാ എത്തി നോക്കുന്നേ? അതെ. കുഞ്ഞിക്ക് പക്ഷേ ഇഷ്ടം ഏതാണെന്നറിയോ? തേങ്ങാപ്പാലിനകത്ത് വേവിച്ചെടുക്കുക. ആണോ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ അതിനകത്ത് വേവിച്ചെടുക്കുന്നു അല്ലേ? ഇഷ്ടം. അതാകുമ്പോ നല്ല ഗ്രേവി നല്ല കട്ടിയാണ്, തിക്കായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ആണോ? എല്ലാ സൈസിലും കറി വെച്ച് പിടിക്കണം. കറി വെച്ച് കിട്ടും. അപ്പൊ ഒരു സൈസ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്നതിന്റെ ടേസ്റ്റ് അല്ല ഇങ്ങനെ വെച്ചാൽ. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ പകുതി വെന്തല്ലോ. ഗ്രേവി എല്ലാം കൂടെ അതിലോട്ടൊന്ന് പിടിച്ചൊരു ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് വൃത്തം പറഞ്ഞ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവര് ആന്റിയൊക്കെ വന്നപ്പോ അച്ചാർ കൊടുത്തു കൊടുത്തില്ല. അവൻ ഈ പ്രാവശ്യം അവൻ പറയാ അവരെ ഗൂഗിൾ പേ ചെയ്തേക്കാം, നാരങ്ങ മേടിച്ചതിന് അച്ചാർ ഇട്ട് കൊടുത്തു. പക്ഷെ ഇപ്പൊ നാരങ്ങയുടെ സീസൺ നാരങ്ങ ഇല്ലല്ലോ. ഇന്ന് നമ്മള് പോയിട്ടൊന്നും ഒരെണ്ണത്തില്ല നാരങ്ങ. അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചന്തയിൽ പോയിട്ട് പോലും ഇല്ലായിരുന്നു. ഇച്ചിരിച്ചേ ഈ നെല്ലിക്കായുടെ പോലും മുഴുപ്പില്ലാത്ത 5-6 നാരങ്ങ ഉണ്ടായിരുന്നു. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മുറ്റത്ത് നിൽക്കുന്നത് പഴുക്കുമല്ലേ? ഒരു മാസം പൂണ്ട പഴുക്കോ ഇല്ലായിരിക്കും. നമ്മുടെ ഉടനെ ആവും തോന്നുന്നു. പക്ഷെ ഒത്തിരി നാള് വേണം തോന്നി നാരങ്ങ പഴുക്കണമെങ്കിൽ. ചിക്കനെ പകുതി വെന്തേ നമുക്ക് ഈ ചിക്കൻ വെള്ളം ഒഴിക്കാതെ വേവിച്ചതാ, അതിന്റെ വെള്ളം ഇതിലോട്ട് ഒഴിക്കാം ഗ്രേവിക്ക്. ചിക്കനകത്ത് നിറയെ വെള്ളമാണ്, വേറെ വെള്ളം ചേർത്തിട്ടില്ല. വേറെ വെള്ളമല്ല. അരപ്പെല്ലാം റെഡിയായി. അരപ്പ് റെഡിയായതിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ ഗ്രേവി ഒന്ന് ചൂടായി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക അല്ലേ? ചിക്കൻ ഇട്ട് കൊടുക്കാം. കുഞ്ഞാണോ ഇളക്ക്? ഇന്ന് കൊച്ചനെ ആൻറ്റിയെ ചിക്കനും ചക്കയും കൊടുത്ത് മയക്കാനുള്ള പരിപാടിയാണ്. അതിപ്പോ ഗ്രേവി നല്ല തിക്കായല്ലോ അല്ലേ? നല്ല കട്ടിയായല്ലേ ഗ്രേവി? ചാറ് വേണം, ഗ്രേവി ആയിട്ട് മതിയോ? അങ്ങനെ വേണ്ട, ചെറിയ ചാറ് വേണം. വേണമെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിക്കാം. ചക്കയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ചാറ് വേണ്ടി വരും. അങ്ങനെ കുഴപ്പമില്ല. തുള്ളി തിളച്ച വെള്ളം ഒഴിക്കാം അല്ലേ? ചാറ് വേണ്ടേ? മേത കഴിക്കില്ലേ? പറ്റുമോ? പിന്നെ ഇപ്പം ഗ്രേവി ടൈപ്പ് മാറി. ചാറായി മതിയല്ലോ. ഇപ്പം സൂപ്പറായല്ലേ? ഇനി എൻ്റെ അകത്തോട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വെക്കുമോ? മൂടണ്ട. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇടാവേ. തെറിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഇടും. മാറിയിരുന്നോ?
ഇനി അതിലേക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റും കൂടെ വെന്താൽ മതി അല്ലേ? ഇപ്പൊ വെന്തല്ലേ, പകുതി വെന്തല്ലേ. ഇപ്പൊ നമ്മള് വറുത്തിട്ട് കറി വെക്കുന്ന പോലെയാവും. അപ്പൊ പുതിയ സ്റ്റൈലിലൊരു ചിക്കൻ കറി അല്ലേ? നമുക്ക് കുറച്ച് ദിവസം കൊടുത്ത് നോക്കിയിട്ടേ കരളില്ലേ അറിയാം. കരളുണ്ട്. ഇത് കരളില്ലാത്ത കോഴിയാണ്, ഇതിന് കരളില്ല. അതിന്റെ കരൾ ആർക്കോ കൊടുത്തു. അതെല്ലാം കോഴിയാ. അങ്ങനെ വെറൈറ്റി ആണല്ലോ. കാന്താരി ഉണ്ടോ? കാന്താരി ഉണ്ട്. ചക്കയ്ക്ക് കാന്താരി വേണം എന്നാണ്. ഉണക്ക കാന്താരി ഉള്ളിയോ? കാന്താരി എങ്കിൽ ഉണക്ക കാന്താരി, പച്ചക്കാന്താരി ആണല്ലേ? രാവിലെ മറ്റേ ഉണക്ക കാന്താരി അടച്ചില്ലായിരുന്നോ? അത് കുഞ്ഞ് രാവിലെ എന്നിട്ട് കൂടെ കഴിഞ്ഞ് ദോശയുടെ കൂടെ കാന്താരി കൂട്ടി. മുമ്പേ കുഞ്ഞി ദോശ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കോ കാന്താരി തന്നെയാണ്. അടിപൊളി. ചക്കയ്ക്ക് ഏതായാലും കാന്താരികൾ വേണം. അമ്മയും കൊച്ചച്ഛനും ആന്റിയും എല്ലാം കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര വർത്താനം തോന്നുന്നുണ്ടോ? കണ്ടിട്ട് കറിക്ക് നല്ല എരിവുണ്ടെന്ന് തോന്നി. കാന്താരി വേണോ? അതെ, കാന്താരി ചക്കയ്ക്ക് എന്നാ വേണം. ചക്ക എടുത്ത് അടുപ്പ വെച്ചിട്ട് ഒരു സംസാരിക്കുക. ചക്ക എല്ലാവരും ഉണ്ടോ? വെള്ളം ഒഴിച്ചായിരുന്നു അതിനകത്ത്. നോക്കിയേ, ഇതന്നെ അടുക്കളയിലോട്ടൊന്നും വരാ. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കാണോ? ഞങ്ങള് കിട്ടുന്ന നേരത്തിന് വർത്താനം പറയണ്ടേ, എന്നൊന്നും കിട്ടുന്നില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചച്ഛൻ കൊണ്ടുവന്ന കാന്താരി കാണിച്ചു. ചക്കക്കേ അടിപൊളി. ഒറ്റട്ടിന് ഉണക്ക കാന്താരി നല്ല സൂപ്പറല്ലേ? നല്ല എണ്ണക്കകത്ത് വറുത്തിട്ട് അങ്ങോട്ട് ഉപ്പ് പൊടിയും കൂടെ വെച്ച്. ഇനി ഞാൻ അവിടെ വെട്ടാൻ പോയിട്ട് വരുമ്പോഴാ പച്ചക്ക് വരക്കൊണ്ട് അവിടെ വെച്ചേക്കാം. പച്ചക്കറി അവിടെ കൊണ്ട് വെച്ചാൽ അത് നല്ല കാന്താരി അല്ലേ? ഇതെല്ലാം കൊച്ചം വെട്ടാൻ പോകുന്നിടത്ത് പോകുന്നു, അവിടുന്ന് പഠിക്കുന്നു. വെട്ടുന്ന തോട്ടത്തിൽ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടെന്ന്. ഇവിടെ കാന്താരി ഇപ്പം കൂട്ടിക്കല് തിങ്കളാഴ്ച ദിവസം ചന്തയുണ്ട്. അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ കിലോയ്ക്ക് 300 രൂപ കിട്ടും. 300 അല്ലായിരുന്നു, ഇപ്പം വില ഇപ്പൊ ഇഷ്ടം പോലെ ആയി അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം 3 കിലോ കാന്താരി ഉണ്ട് എന്റെ പച്ച. എന്നാ ഇതെല്ലാം എല്ലാ പ്രാവശ്യം വരെ കൊണ്ടുവരണ്ട, എന്നാൽ അത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഞാൻ അവിടെ കയറി മേടിച്ചിട്ട് ഞാൻ കാന്താരി കൂടെ ഇടാൻ കഴിയുന്നു. ആ എന്നോട് 150 രൂപ വെച്ച് തരാം ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇത് നല്ല അടിപൊളി കാന്താരിയാണ്. ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് വരുന്ന ഒരു പെണ്ണുണ്ട് കേട്ടോ. അവള് പറയും 10 കാന്താരി വെച്ചാൽ മതി എന്ന്. ഒരധ്വാനവും ഇല്ല. 10 കാന്താരി വെച്ചാല് ആഴ്ച വട്ടച്ചെലവിനുള്ള കാശുണ്ടാക്കാം. കൂണ് കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കാന്താരിയുണ്ട്. തിങ്കളാഴ്ച ദിവസം കൂട്ടിക്കല് ബാങ്കിന്റെ അവിടെ ഈ ചന്തയുണ്ട്. കപ്പളങ്ങ, വാഴച്ചുണ്ട, വാഴക്കൊല, ചേന എന്ന് വേണ്ട സകലത് കിട്ടും. അതെല്ലാം അത് അവിടെ കൊണ്ട് കൊടുത്തേച്ചാ പണിക്ക് പോയി. കാശ് കൊടുത്തു. മതി, എന്നാലും കിട്ടൂലോ. അത് കർഷകരുടെ ചന്തയായിരിക്കും. കാന്താരിയും കരിയാപ്പലയൊക്കെ കെട്ട് കണക്കിന് അങ്ങോട്ട് കൊണ്ട കൊടുത്തേച്ചാ മതി. എങ്ങനെയുണ്ട് കൈക്ക്? എങ്ങനെയുണ്ട് ഇപ്പൊ? കൈ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. റെഡിയായി. അപ്പൊ എത്ര ദിവസം ആയിരുന്നു നമ്മൾ കൈ കൊണ്ട് കെട്ടിയിട്ട്? ഇപ്പൊ എത്ര ദിവസമായെന്ന് എനിക്കറിയത്തില്ല. 10-15 ദിവസം ആയല്ലേ? 15 മുകളിലായി. അതിനാണ് കുഴപ്പമില്ല, സെറ്റായി. ഏതായാലും പ്ലാസ്റ്റർ ഇടാതെ തന്നെ സെറ്റ് ചെയ്തെടുത്തു. ഇതാണോ കൊച്ചച്ഛൻ കൊണ്ടുവന്ന തേങ്ങ? മുക്കളത്തുനിന്ന് തേങ്ങയും ചോന്ന് കട്ടപ്പന വരെ കമ്പംമെട്ട് വരെ വന്നു. എത്ര എണ്ണം കൊണ്ടുവന്നു? ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക. ചുമ്മാ വലിയ എടുക്കാൻ കഴിയല. ചെറിയ ഉള്ളി ഉപ്പും കാന്താരികളെ പൊട്ടിച്ചിട്ട് ശകലം വെളിച്ചെണ്ണങ്ങൾ ഒഴിക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നീ തന്നെ പൊളിച്ചാലേ ഇന്നെങ്ങും എനിക്ക് ഉള്ളി കിട്ടത്തില്ല. ഞാൻ അതുകൊണ്ട് വന്ന് പൊളിക്കാൻ സഹായിക്കുവാണെന്ന് വിചാരിച്ച് നീ അതേ ചണ്ടിക്കൊണ്ട് നിൽക്കാതെ ഒരെണ്ണത്തിൽ തന്നെ 1 മണിക്കൂറായിട്ട് നമ്മൾ ഇന്ന് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട്. അതെ 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 അതെ. ഞാനിപ്പം പൊളിച്ച് തീർക്കുകയും ചെയ്യും, നീ ആ ഒരു ഉള്ളിയും കൊണ്ട് നിൽക്കുകയും ചെയ്യും അല്ലേ? അത് ഞാൻ കഴുകുമ്പം അതിന്റെ തൊലി കളഞ്ഞോളാം, ബാക്കി എടുത്ത് പൊളിച്ച്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം, സ്പീഡിലും ചെയ്യണം. വൃത്തിയാകണമെന്ന് വിചാരിച്ച് 1 മണിക്കൂർ അത്
പറ്റുമോ? പറ്റും. ചെയ്യുന്ന കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യണം. കാന്താരിയും ഞാൻ റെഡിയാക്കിക്കോ. റെഡിയാക്കാം. ഓക്കെ. അച്ഛമ്മ ശരിയോ? നീ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചക്കക്കകത്തെ ആ അരപ്പിടാതായോ നോക്കാൻ പറഞ്ഞേ. ആ അത് വെള്ളം പറ്റി. വേണ്ടോ? ആയോ കൊച്ചേ? ചക്ക വെള്ളം ശക്കല വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. എണ്ണയ്ക്ക് നല്ല തണുപ്പായി. നമുക്ക് തണുപ്പൊന്നുമില്ല. അറിയോ? വീഴുന്നില്ലല്ലേ? വീഴുന്നുണ്ട്. ഉറങ്ങിയാ വീഴുന്നേ ഉള്ളൂ. ഉണ്ടോ? കുഴഞ്ഞു പോയി. എണ്ണക്കകത്തെ ഇത് എണ്ണ ചൂടായി. അതിനകത്തോട്ട് കാന്താരി ഇടുവാണേ. ഈ ഉണങ്ങിയ കാന്താരി എന്നതിന് ഇനിയും വറക്കുന്നത്? എണ്ണക്കകത്ത് വറുത്തെടുക്കണം. മാറി നിന്നോ, ചിലപ്പം പൊട്ടിത്തെറിക്കും. അല്ലാതെ അരയ്ക്കാം. എണ്ണയ്ക്കകത്ത് വറുക്കുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലപ്പം പടക്കോന്നൊരു പൊട്ടുവേ. പൊട്ടുവേളം തോന്നല്ലേ? ഏയ് കറി വെന്തോ? കറി കുറച്ച് നല്ലപോലെ പണികളും കൂടി ചെയ്യാം. മല്ലിയില ഇടാവേ. എല്ലാം റെഡിയായി കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലൊരു സമാധാനക്കുറവ്. ഇതിനകത്ത് മറ്റേ അത് ഒഴിച്ചോ? മറ്റേ ഉള്ളിയൊക്കെ ഇതാക്കിയിട്ട് ഒഴിക്കത്തില്ലേ? കടുക് കാണിച്ചോ? അതാദ്യമേ കരിയാപ്പിലയും പച്ചമുളകൊക്കെ പൊട്ടിച്ചോ. എണ്ണയ്ക്കകത്ത് പൊട്ടിച്ചിട്ട് അതിനകത്താണ് സവാള വഴറ്റിയത്. എവിടെയാണെങ്കിലും ലാസ്റ്റ് കുഞ്ഞി കിട്ടുമല്ലോ. കുഞ്ഞിയെ ഉണ്ടാക്കിയെന്ന് പറയാമല്ലോ. എനിക്കറിയാം. അതെല്ലാം കുഞ്ഞിയുടെ കൈ എത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാവേ. ചക്കയായില്ലേ? ചക്കയായി. മുളകും കൂടെ ഒന്ന് പൊട്ടിച്ചാൽ മതി. കാന്താരി ഇങ്ങനെ വറുത്തിട്ട് വറക്കുന്ന പാത്രത്തിൽ തന്നെ ഇട്ട് ഒന്ന് ചിരട്ടത്തറി അല്ലെങ്കിൽ ഇതുപോലെ അലമീനിയം തരമുള്ളത് ഇട്ടിങ്ങനെ അരയ്ക്കണം. അരകല്ലിൽ വെച്ചരയ്ക്കുന്നതിലും മിക്സിയിൽ അരയ്ക്കുന്നതിലും ടേസ്റ്റ് കിട്ടുന്നതില്ല. സൂപ്പറല്ലേ? കുറച്ച് ഇതിനകത്ത് അതിന് അടച്ചുപാറ ഇവിടെ കിടക്കുന്നു. ഉണ്ടിരിപ്പ് ഇതേണ്ട പൊക്കത്തിരിക്കുന്ന അടച്ചു പാത്രല്ലേ? അതൊരു കുഴിയില്ല നടുക്ക്. വീട്ടിലുണ്ട്. അത് അരച്ച് മുളക് അരച്ചരച്ചുണ്ടല്ലോ, ആ പലകയുടെ നടുക്കൊരു കുഴിയാ. മുളക് അരച്ച് ഇനി അതിനകത്തോട്ട് ഈ ഉള്ളിയും കൂടെ വാരി ഇങ്ങോട്ട് ഇടാൻ ചതച്ചത്. നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേ. ഉപ്പും കൂടെ നിങ്ങൾക്ക് മുളകാണോ ഇഷ്ടം? പിന്നെ കാന്താരി അരച്ചതിന്റെ ടേസ്റ്റ്. ഇവിടെ എന്നെ കറിയുണ്ടെങ്കിൽ ഇച്ചിരി മുളക്, നമുക്ക് എന്നേലും മുളക് വേണ്ടേ? കാന്താരിയോ പത്തലമുളകോ. കാന്താരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. രാവിലെ അരച്ച കാന്താരി മുഴുവൻ തിന്ന ആളാ ചോദിക്കുന്നത്. കുഞ്ഞിയല്ലേ? ഉണക്ക കാന്താരിക്ക് ഭയങ്കര ഒരു കുത്തല ചുവ. നല്ല എരിവാണ്. അല്ലെങ്കിൽ വേനക്കത്തെ കാന്താരിക്ക് എരിവ് കൂടുതലാണ്. ഉള്ളി കൂടുതൽ വെച്ചിട്ടേ മുളക് കുറച്ച് വെച്ചാൽ മതി. അപ്പൊ ഇത് വേനക്കാന്താരി ആയതുകൊണ്ട് എത്ര എരിവ് വരുന്നത്. ഇനി പാത്രമൊക്കെ എടുത്തോ. പാത്രമല്ല, ഇന്ന് വാഴയിലേക്കകത്താ നമ്മൾ കഴിക്കുന്നത്. അല്ലേ കുഞ്ഞി? ഇലയൊക്കെ റെഡിയാക്കി വെച്ചു. എന്താ കഴുകി വെച്ചിട്ടുണ്ട്. കുഞ്ഞി എടുത്തോണ്ടിട്ടോ. ഇല എടുത്തോണ്ടിട്ടോ. നമ്മുടെ മുളക് പൊട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിനകത്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. നല്ല എരിവുണ്ട്. ചുറ്റു പിടിക്കുന്ന എരിവാ. ഇച്ചിരി ഉണക്കമ്മീൻ വറുത്താൻ കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നല്ലേ? കുറവാണോ? ലേശം നല്ല എരിവുള്ളത് കൊണ്ട്. കഴിച്ചേക്കാം. എന്നാ കുഞ്ഞി? ഇത് നേരത്തെ
നേരത്തെ പപ്പ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്നതാ വാഴയില വെട്ടുമ്പോ. ആണോ? അപ്പൊ ചേട്ടാച്ചൻ ഉണ്ടാക്കി തന്നതാ. അത് കൊള്ളാലോ. എന്താ? നൊസ്റ്റാൾജിയ. ഇത് നേരത്തെ ഞങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. പിന്നെ കപ്പയുടെ വെട്ടുമ്പോ ഇല്ലേ, കപ്പയുടെ ഈ കമ്പില്ലേ, അത് വെച്ച് ഇങ്ങനെ ഒരു വണ്ടി പോലെ ഉണ്ടാക്കിട്ട് വരുന്നു. 2 കമ്പ് വെച്ച്. 2 കമ്പ് വെച്ച്. അപ്പം നമ്മുടെ സംഭവം എല്ലാം റെഡി ആയല്ലോ. ചക്കപ്പുഴക്കൻ ചിക്കൻ കറി. ചക്കപ്പുഴുക്ക്, ചിക്കൻ കറി, കാന്താരി അടിപൊളി കാന്താരി. എങ്ങനെയുണ്ട് ബോബി? ആന്റി കൊണ്ടുവന്നതാ. കൊള്ളാം. ഇത് ആന്റി കൊണ്ടുവന്ന കാന്താരി. എങ്ങനെയുണ്ട് ആന്റി കാന്താരി? ഭയങ്കര എരിവ്. കൊച്ചച്ഛനത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഓടിച്ചു വിടാം. ഇവിടെ വന്നപ്പോ ഇവിടെയും കാന്താരി അല്ലേ? എന്തേ അച്ചമ്മച്ചി എന്തേ? വായോ കുഞ്ഞി, എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കി എങ്ങനെയാണെന്ന്. ചിക്കൻ കറി കൊള്ളാം. കൊള്ളാം. കാന്താരിയോ? ആണോ? കാന്താരി എങ്ങനെയുണ്ടെന്ന് നോക്കി. കുറച്ചെടുക്കാൻ ഭയങ്കര എരിവാ. കുഞ്ഞി വിവരം അറിയോ തൊട്ടാല്? ഞാൻ ഒന്ന് തൊട്ടാ സൂപ്പർ. അടിപൊളി. പച്ചച്ച മുളക് കൊടുക്കല്ലേ പച്ചത്തിന് ആവശ്യം പോലെ മുളക് പറിച്ചു കൊണ്ടു തരും. ആണോ? എവിടെ കണ്ടായിരുന്നു ചോറിനൊക്കെ ഇത് കൂട്ട് കാന്താരി നല്ല ടേസ്റ്റാ. തൈരോ മോരോ ഒക്കെ ഇടുന്നല്ലേ. അപ്പൊ കുഞ്ഞി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.